ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സ്വപ്നം പൂവണിഞ്ഞു. എക്കാലത്തെയും വലിയ ലക്ഷ്യം. ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി. 3-2 ഭൂരിപക്ഷത്തോടെ എൻഡിഎ സഖ്യം ബീഹാറിൽ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുകയെന്ന ബിജെപി സ്വപ്നം കൂടി സഫലമാവുകയാണ്. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആർജെഡി ഏറെ പിന്നാക്കം പോയി. 2 അക്കം തികയ്ക്കാതെ കോൺഗ്രസ് തകർന്നടിഞ്ഞു. ബീഹാറിന് ശേഷം ബംഗാൾ എന്നാണ് ബിജെപി പ്രഖ്യാപനം. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള സോഷ്യലിസ്റ്റ് ബീഹാറിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുക എന്നത് ബിജെപിയുടെ എക്കാലത്തെയും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. 2020-ൽ 74 സീറ്റാണ് ബിജെപി നേടിയത്. 75 സീറ്റ് നേടിയ ആർജെഡി ഏറ്റവും വലിയ പാർട്ടിയായി. ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന ദൌത്യവുമായി എത്തിയ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രചാരണം ബീഹാറിൽ ഫലം കണ്ടു. മോദി ഇഫക്ട് ബീഹാറിലും മേൽക്കൈ നൽകിയെന്നാണ് ബിജെപി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. തരൂർ തലമറന്ന് എണ്ണ തേക്കുന്നു. നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് രാഷ്ട്രീയത്തിലെത്തിയത് എം ഹസൻ. ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന നേതാവ് എം ഹസൻ. ശശി തരൂർ തലമറന്ന് എണ്ണ തേക്കുന്നു. നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് ശശി തരൂർ രാഷ്ട്രീയത്തിലേക്കെത്തിയത്. അദ്വാനിയെ പുകഴ്ത്തുവാൻ കോൺഗ്രസിന്റെ നേതാക്കളെ ഇകഴ്ത്തി കാണിച്ചു. രാജ്യത്തിനും ഒരു സമൂഹത്തിനും വേണ്ടിയും ഒരു തുള്ളി വിയർപ്പ് പൊഴിക്കാത്ത വ്യക്തിയാണ് തരൂർ. വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നുകൊണ്ടാണ് നെഹ്റു കുടുംബത്തെ അവഹേളിച്ചത്. മിനിമം മര്യാദ ഉണ്ടായിരുന്നുവെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചിട്ട് വേണം അങ്ങനെ പറയേണ്ടിയിരുന്നതെന്നും ഹസൻ വിമർശിച്ചു. നെഹ്റുവിന്റെ ജന്മദിനമായതുകൊണ്ടാണ് താൻ ഇത്രയും പറഞ്ഞതെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. നെഹ്റു സെന്റർ നടത്തുന്ന നെഹ്റു അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു എം ഹസന്റെ പരാമർശം. ജി സുധാകരനാണ് അവാർഡ് നൽകുന്നത്. ജി സുധാകരനെ പുകഴ്ത്തി എം ഹസൻ രംഗത്തെത്തി. നെഹ്റുവിയൻ ആശയങ്ങൾ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും പകർത്തിയ വ്യക്തിയാണ് സുധാകരൻ. അഴിമതി നടന്നിരുന്ന വകുപ്പിന്റെ മന്ത്രിയായി. പക്ഷേ നല്ല പ്രവർത്തനം കാരണം ജി സുധാകരനെതിരെ ഒരു ആരോപണവും ഉണ്ടായില്ല. പാർട്ടിക്കുള്ളിലെ അപചയം ഇപ്പോൾ സുധാകരൻ ചോദ്യം ചെയ്യുന്നു. അത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണെന്നും ഹസൻ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള ഇഡി അന്വേഷണത്തിന് കളമൊരുങ്ങുന്നു. എഫ്ഐആർ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുവാൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രഥമ ദൃഷ്ടിയാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം നിലനിൽക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ. സ്വർണ്ണക്കൊള്ള കേസിന്റെ എഫ്ഐആർ ആവശ്യപ്പെട്ട് റാന്നി കോടതിയെ സമീപിച്ചിരുന്നു എങ്കിലും ഇഡിയുടെ ആവശ്യം കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ച് വ്യക്തിപരമായ നേട്ടത്തിന് ഉപയോഗിച്ചു. ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നാണ് ഇഡിയുടെ പ്രാഥമികമായ വിലയിരുത്തൽ. പ്രത്യേക അന്വേഷണ സംഘം അഴിമതി നിരോധന നിയമം ചുമത്തിയ സാഹചര്യത്തിൽ ഇഡിയുടെ ഹർജിക്ക് പ്രാധാന്യമേറും. എഫ്ഐആർ ലഭ്യമായാൽ ECIR രജിസ്റ്റർ ചെയ്യുവാനുള്ള നടപടിയിലേക്ക് കടക്കും. അമ്മയുടെ അടുത്ത് കിടന്നതിന് 12-കാരന് ആൺ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനം. എറണാകുളത്ത് 12 വയസ്സുകാരന് ക്രൂരമർദ്ദനം. അമ്മയും ആൺ സുഹൃത്തും ചേർന്നാണ് കുട്ടിയെ മർദ്ദിച്ചത്. അമ്മയുടെ അടുത്ത് കിടന്നതാണ് ആൺ സുഹൃത്തിനെ പ്രകോപിപ്പിച്ചത്. കുട്ടിയെ കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു മർദ്ദന വിവരം പുറത്തറിയുന്നത്. കുട്ടിയുടെ നെഞ്ചിൽ അമ്മ കൈവിരലുകൾ കൊണ്ട് മാന്തി മുറിവുണ്ടാക്കുകയായിരുന്നു. കൂടാതെ കുട്ടിയുടെ തല ആൺ സുഹൃത്ത് പലതവണ ചുമരിൽ ഇടിപ്പിക്കുകയും ചെയ്തു. ആശുപത്രി അധികൃതർ ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയും എളമക്കര പോലീസ് സ്ഥലത്തെത്തി കുട്ടിയുടെ മൊഴിയെടുക്കുകയും ചെയ്തു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിലപേശി നേടിയ 29 മണ്ഡലങ്ങളിൽ 22ലും മുൻപിൽ. ബീഹാറിൽ ചിരാഗ് ഹീറോയാടാ ഹീറോ. പിതാവ് രാംവിലാസ് പസ്വാന്റെ പാരമ്പര്യം സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ നിരവധി തിരിച്ചടികളും അവഹേളനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ചിരാഗ് പസ്വാന്. ഇന്ന് ബീഹാർ തിരഞ്ഞെടുപ്പിൽ ലോക് ജനശക്തി പാർട്ടി വിജയം അതുകൊണ്ട് തന്നെ ഒരു കാവ്യനീതിയാണ്. ബീഹാറിന്റെ രാഷ്ട്രീയ ചക്രവാളത്തിൽ പുത്തൻ താരോദയമായി ചിരാഗിന്റെ നേട്ടം. 2020-ൽ നിതീഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് LJP 130-ലധികം സീറ്റുകളിൽ സ്വതന്ത്രമായി മത്സരിച്ചെങ്കിലും ഒരു സീറ്റ് മാത്രമാണ് നേടാനായത്. 2021-ൽ അമ്മാവൻ പശുപതി കുമാർ പരസുമായുള്ള തർക്കത്തെ തുടർന്ന് പാർട്ടി പിളർന്നു. ഇതോടെ ചിരാഗിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയത്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 43-കാരനായ ചിരാഗും അദ്ദേഹത്തിന്റെ ലോക് ജനശക്തി പാർട്ടിയും വൻ മുന്നേറ്റമുണ്ടാക്കി.
മത്സരിച്ച 5 മണ്ഡലങ്ങളിലും ജയിച്ച് കരുത്ത് തെളിയിച്ചു. പക്ഷേ നിയമസഭയിലേക്ക് ആദ്യഘട്ടത്തിൽ ചോദിച്ച സീറ്റുകൾ ചിരാഗിന് ലഭിച്ചിരുന്നില്ല. അതിനിടെ ചിരാഗ് പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടിയുമായി ചർച്ചകൾ നടത്തി. ഒടുവിൽ ബീഹാർ NDA നേതൃത്വം വഴങ്ങി. ഫലം വന്നപ്പോൾ മികച്ച ജയം. ഭരണത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി പദമടക്കം ആവശ്യപ്പെടുവാനാണ് LJPയുടെ നീക്കം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നവംബർ വിൻഡോയിലെ ഏക മത്സരത്തിനായി അർജന്റീന ഇന്ന് കളത്തിൽ. അങ്കോള എതിരാളികൾ. നവംബർ വിൻഡോയിലെ ഏക മത്സരത്തിനായി അർജന്റീന ഇന്ന് കളത്തിൽ. രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അങ്കോളയാണ് എതിരാളികൾ. ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ജർമ്മനി, നെതർലാൻഡ്സ്, ക്രൊയേഷ്യ ടീമുകളും കളത്തിലെത്തും. രാജ്യത്തിന്റെ 50ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ കളറാക്കുവാനാണ് 115 കോടി രൂപ കൊടുത്ത് അങ്കോള അർജന്റീനയെ ലുവാണ്ടയിൽ എത്തിക്കുന്നത്. നല്ല സ്റ്റേഡിയം ഒരുക്കി ഫിഫയിൽ കൃത്യമായി നിന്ന് അനുമതിയും വാങ്ങിയാണ് അങ്കോള മത്സരം നടത്തുന്നത്. ലോക ചാമ്പ്യന്മാരായ അർജന്റീന എത്തുന്നതോടെ അങ്കോള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായി മത്സരം മാറുന്നു. കേരളത്തിലെ കളി ഉപേക്ഷിച്ചതോടെ അർജന്റീനയ്ക്ക് ഈ വർഷത്തെ അവസാന മത്സരം ആണിത്. ജയത്തോടെ ലോകകപ്പ് വർഷത്തിനായി കാത്തിരിക്കുകയാണ് ലിയോണൽ സ്കലോണിയുടെ സംഘത്തിന്റെ ലക്ഷ്യം. ചെന്നൈയിൽ വ്യോമസേന പരിശീലന വിമാനം തകർന്നു വീണു. അന്വേഷണം പ്രഖ്യാപിച്ചു. ചെന്നൈയിൽ വ്യോമസേന പരിശീലന വിമാനം തകർന്നു വീണു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് താമ്പരത്തിന് സമീപം വിമാനം ചതുപ്പിൽ തകർന്നു വീണത്. സ്ഥിരം പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന പൈലറ്റ്സ് PC-7 വിമാനമാണ് തകർന്നത്. അപകടം നടക്കുമ്പോൾ വിമാനത്തിൽ ഒരു പൈലറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാൾ പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് വ്യോമസേന അറിയിക്കുന്നു. വിമാനം ചതുപ്പിലേക്ക് വീണതിനാൽ കൂടുതൽ അപകടം ഒഴിവായെന്നും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചെന്നും വ്യോമസേന വ്യക്തമാക്കുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.